ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളി റൈസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മളൊരു ബൗളിൽ തൈര് എടുക്കുക. പൊടികളെല്ലാം നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്, ഡയറക്റ്റ് ഇടുന്നില്ല. അതിന് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. അത് നല്ലോണം ഇളക്കുക, യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിന് പച്ചക്കറി വേണമല്ലോ. അപ്പോൾ പച്ചക്കറിക്ക് നമ്മൾ എടുക്കുന്നത് 2 വലിയ ഉള്ളി, വലിയ തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി മതി, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് നീളത്തിലരിഞ്ഞതും, കരിവേപ്പില. ഇതാട്ടോ നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുക. ഏത് ഗ്ലാസ്സിൽ അരി എടുക്കുന്നോ അതേ ഗ്ലാസ്സിൽ വെള്ളം വേണം. അപ്പോൾ അതിന് ഞാൻ ഒരു ഗ്ലാസ്സാണ് അരി എടുത്ത്, അതിന് 1.5 ഗ്ലാസ് വെള്ളം മതി. കുക്കർ വയ്ക്കുക, നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി നല്ലോണം മൂപ്പിക്കുക. നല്ല മൂപ്പിച്ച് അതിന് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടാൽ മതി. കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറായി കിട്ടും. എന്നിട്ട് തക്കാളി ഇടുക, കരിവേപ്പില, എന്നിട്ട് നല്ലോണം ഇളക്കുക. ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡും തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പൗഡർ മിക്സ്, ആ പൗഡർ മിക്സ് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് ഈ സമയത്ത് കേട്ടോ. മസാലയൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ആവണം. ഒരു നമുക്ക് എണ്ണ തെളിഞ്ഞ് മുകളിൽ കാണും. ആ സമയത്ത് കുറച്ച് നാരങ്ങയും പിഴിയുക. നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയുമോ, നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല 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 രീതിക്ക് കിട്ടും നമുക്ക്. അപ്പോൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ചുള്ള ആ അരി ഇടുക. അരി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള നമ്മൾ വെള്ളം പറഞ്ഞല്ലോ, 1.5 കപ്പ് വെള്ളം മതി. എന്നിട്ട് വെള്ളം ഇട്ടിട്ട് ഉപ്പിടുക. എന്നിട്ട് നല്ലോണം തിളയ്ക്കാൻ വിടുക. എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെക്കുന്നതിന് മുമ്പ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് എന്തായാലും ഒഴിക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് ഉപ്പ് എന്താ പാകം നോക്കിയിട്ട് എന്നിട്ട് കുക്കർ അടയ്ക്കുക. ഒരു വിസിലാണ് കേട്ടോ നമുക്ക് കണക്ക്. ഒരു വിസിൽ മതി. രണ്ടാമത്തെ വിസിലാകുമ്പോഴേക്ക് ചോറ് ഇങ്ങനെ കുഴന്നാവും. അതുകൊണ്ട് ഒരു വിസിലാകുമ്പോഴേക്കും ഓഫ് ചെയ്ത് കഴിഞ്ഞ് വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വേണം അത് ഇളക്കാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇത് നല്ലൊരു തമിഴ്നാട് ഡിഷാണ് സംഭവം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയണം. ഇതിന് നമുക്ക് കുക്കുംബറിന് കൂടെയും കഴിക്കാം, പിന്നെ കേടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. താങ്ക്